ഹേ കുട്ടീസ്, ഇന്ന് ശരിക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. കുറച്ചധികം അസൈൻമെൻറ്റ് ബോർഡേഴ്സ് ആണ്. ഇതിനു മുന്നേ നമ്മൾ ഷോർട്ടായിട്ട് 3 അസൈൻമെൻറ്റ് ബോർഡർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചു പോകുന്നുണ്ട്. ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് 3 ഷെയ്ഡ്സ് ഓഫ് കളർ എടുത്ത് ഏകദേശം അടുത്തടുത്ത് വരുന്ന 3 ഷെയ്ഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. റെഡ്, മജന്ത, ഓറഞ്ച്. ഇങ്ങനെ വളച്ച് പൊളച്ചൊന്ന് വരച്ചു കൊടുക്കുക. ആൻഡ് ദ സെക്കൻഡ് ഐഡിയ എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ സ്കെയിൽ വേണ്ടാത്ത ഐഡിയാസ് മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സ്കെയിലും പെൻസിലും എടുത്ത് വരയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ നല്ലൊരു സമയം മൊത്തം പോകുന്നത്. ആദ്യം നമ്മൾ ബ്ലാക്ക് പെന്നോട് ജസ്റ്റ് ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കുന്നു. അതും ഭയങ്കര സ്മൂത്ത് ആയിട്ട് വേണ്ട, ജസ്റ്റ് ഒന്ന് വളഞ്ഞ് വളഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലത്തെ വര മതി. എനിക്ക് ജസ്റ്റ് ഒന്നൊരു റോസ് പെൻ കൊണ്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ബ്ലാക്ക് പെൻ കൊണ്ട് ഡോട്ടഡ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും വാഷി ടേപ്പ് ഒട്ടിച്ചതുപോലത്തെ ഒരു ഫിഗർ വരച്ച് അതിനകത്ത് വെള്ളക്കുത്താണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ വെള്ളക്കുത്ത് അത്ര ശരിയായില്ല, നിങ്ങൾ നല്ല വൃത്തിക്ക് ഇട്ട് കൊടുക്കണേ. മൂന്നാമത്തെ ഐഡിയയും സെയിം പോലെ തന്നെയാണ് ബോർഡർ ചെയ്യുന്നത്. ആദ്യം ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുന്നു, ദെൻ ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നു. ഇതിനകത്ത് നമ്മൾ പച്ച കളറാണ് ഫില്ല് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഗ്രീനറി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2 ഇല മാത്രമുള്ള 2 കുഞ്ഞു ചെടി വരച്ചിട്ടുള്ളത്. എന്നിട്ട് മേൽഭാഗത്ത് ജസ്റ്റ് ഒന്ന് സ്പൈറൽ ബൈൻഡ് കാണിക്കുന്നത് പോലെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. എൻ്റെ പച്ച ബ്രഷ് പെൻ കാണാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വാട്ടർ കളർ യൂസ് ചെയ്തത്. ഫോർത്ത് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഷോർട്സിൽ കൊടുത്തിട്ടുള്ളതാണ്. ആ ഷോർട്സ് ഞാൻ എന്തായിരുന്നാലും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിഫ്ത്തും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഇലകളും ഒക്കെ വരുന്നത് ഇതും നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. 6th വണ്ണ് ഒരു സൈഡിൽ മാത്രം കുറച്ച് ഫ്ലവേഴ്സ് വരുന്ന ഒരു ഐഡിയ ആണ്. എൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വളഞ്ഞു തന്നെയാണ് വരച്ചിട്ടുള്ളത്. അടുത്ത ഐഡിയ എന്ന് പറയുന്നത് കർട്ടൈൻ ഉണ്ടല്ലോ, അതുപോലെയാണ്. അതിൽ ഈ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോണ്ടേ, ബ്ലാക്ക് കൊണ്ട് വരയ്ക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് പകുതി ദൂരം എത്തുമ്പോൾ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ടും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടും വരുന്നുണ്ട്, മനസ്സിലായോ? അതായത് ഏകദേശം നമ്മൾ ഈ കർട്ടൻ കെട്ടിയിടുന്ന ഒരു മോഡലിലാക്കി വരത്തക്ക രീതിയിലാണ് ഇത് വരച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഈ ഓറഞ്ച് കൊണ്ട് വരയ്ക്കുന്ന ഭാഗം ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്തില്ല, അത് മറന്നുപോയി കേട്ടോ. വരച്ച് പകുതി എത്തിയപ്പോഴാണ് ക്യാമറ ഓൺ ചെയ്തില്ല എന്നുള്ളത് ഓർത്തത്. ഇതെല്ലാം ഭയങ്കര ഈസിയാണ്, സിമ്പിളാണ്. ചുമ്മാ നമ്മൾ സ്കെയിൽ എടുത്ത് വരച്ച് പെൻസിൽ കൊണ്ട് വരച്ച് അതിൻ്റെ മേലെ നമ്മൾ പിന്നെ ബ്ലാക്ക് പെൻ കൊണ്ട് വരച്ച് കളർ ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ. ഭയങ്കര ഈസിയാ. സത്യം പറഞ്ഞാൽ പണ്ട് എനിക്ക് ഈ ഐഡിയാസ് എല്ലാം അറിയാമായിരുന്നെങ്കിൽ ഞാൻ നല്ല കിട്ടിലോസ്കി ആയിട്ട് വരച്ചുകൊണ്ട് പോയേനെ. എനിക്കാണെങ്കിൽ ആകെ ഒറ്റൊരു സാധനം വരയ്ക്കാൻ അറിയാവുമായിരുന്നു. അതിൻ്റെ ഒരു മോഡൽ ഞാൻ ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അതെത്തുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അടുത്ത് ഞാൻ ബ്ലൂവിൻ്റെ വെറൈറ്റി ഷെയ്ഡ്സ് എടുത്തിട്ട് ഇതുപോലെ വട്ടം അവിടെ ഇവിടെയൊക്കെ തലങ്ങും വിലങ്ങും ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ചുറ്റിനും ആ സ്ക്വയർ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യത്തക്ക രീതിയിലാണ് വരച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എല്ലാം പുറത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. ആ ഔട്ട്ലൈനും പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല, കുറച്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ ആയി പോകുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ എടുക്കാം കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റുകളിൽ ഒരെണ്ണം ഇതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഫോണിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് ആ സാധനം നേരിട്ട് കാണാൻ. ജസ്റ്റ് റാൻഡമായിട്ട് നമ്മളിങ്ങനെ 4 ഭാഗത്തൂടെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടേ. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് കളർ കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എൻ്റെ സ്ഥിരം ചെടി ആ സാധനം വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യുന്നത് ആ ചെടി വരച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾ സാധാരണ ബ്ലാക്ക് പെന്നോ ബ്ലൂ പെന്നോ ഒക്കെ യൂസ് ചെയ്ത് വരച്ചാൽ മതി. പിന്നെ ഞാൻ ഇതിനകത്ത് എല്ലാം ബ്ലാക്ക് ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് പെന്ന്. ചിലർ ബ്ലാക്ക് യൂസ് ചെയ്യാറേ ഇല്ല, അവർ ബ്ലൂ തന്നെ യൂസ് ചെയ്താൽ മതി. എന്ത് ചെയ്തിരുന്നാലും അസൈൻമെൻറ്റിൻ്റെ ബോർഡർ നല്ല ഭംഗിയായിരിക്കും. ഫ്രണ്ട് പേജ് ഐഡിയ ആയിട്ടോ അസൈൻമെൻറ്റ് ബോർഡേഴ്സ് ആയിട്ടോ പ്രോജക്റ്റിൻ്റെ ഐഡിയാസ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. വേറെ ഒന്നും വേണ്ട, അതത് സബ്ജക്റ്റുകൾ എഴുതുന്ന നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഈ ഒരു ചെടി വരയ്ക്കാൻ പഠിച്ചാലേ ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് ഭയങ്കര ലൈവും ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞ് 10ാമത്തെ ഐഡിയ എത്തി. ഈ കാണുന്ന ചെടിയിൽ ഞാൻ വരയ്ക്കാൻ പോകുന്ന പൂവാണ് പണ്ട് എനിക്ക് സ്ഥിരം അറിയാമെന്നുണ്ടായിരുന്നത്. അത് ഞാൻ കറക്റ്റ് ഈ ലെഫ്റ്റ് സൈഡ് മൊത്തം ആ പൂ തന്നെ വരച്ചിട്ട് റൈറ്റ് സൈഡ് മൊത്തം സ്കെയിൽ കൊണ്ട് ഇങ്ങനെ റൈറ്റും ആ മേലെയും താഴെയും സ്കെയിൽ കൊണ്ട് ഇങ്ങനെ വരച്ച് വിടുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു എൻ്റെ ആസ്ഥാന അസൈൻമെൻറ്റ് ഫ്രണ്ട് പേജ് ഐഡിയ എന്ന് പറയുന്നത്. പക്ഷെ അത് തന്നെ സ്കൂളിൽ അത്യാവശ്യം ഫേമസ് ആയിരുന്നു. കാരണം അതുപോലും ആർക്കും വരയ്ക്കാൻ അറിയില്ലായിരുന്നു ആ കാലഘട്ടത്തിലാണ്. പക്ഷെ ഇതിനേക്കാളും സമർത്ഥമായിട്ട് ഓരോന്നും ചെയ്തുകൊണ്ട് വരുന്ന ആമ്പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസ്സിൽ. അങ്ങനെ 11ാമത്തെ ഐഡിയ എത്തി. 11ാമത്തെ ഐഡിയ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഈ കുപ്പിക്കകത്തൊന്ന് മിന്നാമിന്നി പറന്നു പോകുന്ന ഒരു ഐഡിയ ആണ്. ഈ മിന്നാമിന്നൊക്കെ വരയ്ക്കാൻ നല്ല എളുപ്പമാണ്. ജസ്റ്റ് ഒന്നൊരു മഞ്ഞ ഡോട്ട് വരച്ചു കൊടുക്കുക, ഇച്ചിരി ഒരു വട്ടമായിട്ട്. എന്നിട്ട് ഒരു മിന്നാമിന്നി ജസ്റ്റ് ഇങ്ങനെ 2 ഇതള് പോലെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു. ആ ബ്ലൂ കൊണ്ട് വട്ടം വട്ടം വരച്ചില്ലേ, അതുപോലെ തന്നെ ഇതും എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. ഈ 2 ഐറ്റമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത്. കാരണം നേരിട്ട്
കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ഇത്. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ടായിരിക്കും ഇതിനേക്കാൾ 4 വശം ജസ്റ്റ് ഒന്ന് ബോർഡർ ചെയ്ത് വിട്ടാൽ പോരെയെന്ന്. അല്ലടോ, ചില കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും ചില ടീച്ചർമാർക്ക് ഇഷ്ടം. അങ്ങനെയുള്ള ടീച്ചർമാരുടെ മുന്നിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് പ്രസൻറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഇതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ. വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തുകൊണ്ട് പോകുന്നതല്ലേ നല്ലത്. അടുത്തൊരു ഡ്രിപ്പി ഐഡിയ ആണ് കേട്ടോ. നമ്മുടെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ തട്ടി തൂവി കിടക്കുന്നത് പോലത്തെ മോഡലിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. 2-3 ഡ്രോപ്സ് വരയ്ക്കുക. പിന്നെ ഇതാ ഇങ്ങനെ സായോ ഗായോ ഒക്കെ എഴുതുമ്പോഴത്തെ സാധനം ഇങ്ങനെ ചുഴിപ്പിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് പിന്നെ എന്താ ജസ്റ്റ് ഇതൊന്ന് കളർ ചെയ്തെടുക്കുക. സിമ്പിൾ. പിന്നെ ഈ കളർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് കളർ യൂസ് ചെയ്യാം. അതായത് വാട്ടർ കളറോ സ്കെച്ച് പെന്നോ ക്രയോൺസ് വരെ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ പോകും കേട്ടോ. പിന്നെ ഗാ പോലെ വളഞ്ഞ് കിടക്കുന്ന സാധനത്തിനകത്ത് ഞാൻ ചെയിൻ ലൈനാണ് വരയ്ക്കുന്നത് കേട്ടോ. അതായത് ഒരു വലിയ ലൈന് ഒരു കുഞ്ഞു ലൈന്, ഒരു വലിയ ലൈന് ഒരു കുഞ്ഞു ലൈൻ, അങ്ങനെ. ഇനി 13ാമത്തെ ഐഡിയ എന്ന് പറയുന്നത് പൂക്കളാണ്. പൂക്കൾ മാത്രം വരയ്ക്കാൻ അറിയാവുന്നവർ അല്ലെങ്കിൽ പൂക്കൾ വരയ്ക്കാൻ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. എൻ്റെ പൂക്കളുടെ ഇതളുകളൊന്നും ഒരേ ഷേപ്പ് വന്നില്ല. അതായത് ഇവിടെ ഷേപ്പിന് യാതൊരു നിർബന്ധവും ഇല്ലാന്ന്. മുകളിലത്തെ ഒരു കോർണറിൽ 3 വരച്ചാൽ താഴത്തെ മറ്റേ കോർണറിൽ നമ്മൾ 3 വരയ്ക്കണമല്ലോ. എന്നിട്ട് പിന്നെ അതിൻ്റെ നടുക്ക് ബ്രഷ് പോലെ വരച്ചു കൊടുത്തിട്ട് ചുറ്റാകെ നമ്മളിങ്ങനെ ഡോട്ടഡ് ലൈൻ വരച്ചു കൊടുത്ത് പൂക്കളെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ നല്ല കളർ കോമ്പിനേഷൻ നോക്കി സെലക്ട് ചെയ്യുക. ഈ കളർ കോമ്പിനേഷൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. എന്നാലും ഓക്കെയാണ്. ഏറ്റവും ലാസ്റ്റ് ആയതുകൊണ്ട് ആരൊക്കെ കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐഡിയ ഏതാണെന്ന് സത്യസന്ധമായി കമൻറ്റ് ചെയ്യണം. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. അടുത്ത ഐഡിയ, നേരത്തെ നമ്മളിങ്ങനെ വളവളാന്ന് വരച്ച് വിട്ടില്ലേ, അങ്ങനത്തെ വരപ്പ് വേണ്ട. ഇത് ജസ്റ്റ് ഒരു സർക്കിൾ പോലെ വന്ന് വരച്ചിട്ട് അതിനകത്ത് നമ്മളൊന്ന് കളർ ചെയ്തിട്ട് ഇനി ഇതിൽ നമ്മുടെ ബ്ലാക്ക് ഇലകളാണ് വരയ്ക്കുന്നത്. നമ്മുടെ ആസ്ഥാന ചെടി അത് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. പിന്നെ ഇതിൽ ബ്ലാക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ബ്ലാക്ക് പെന്നിൻ്റെ കാര്യം ഏകദേശം കട്ടപ്പുകയാവാറായി. അത് ഞാൻ കുടഞ്ഞാണ് ഉപയോഗിക്കുന്നത്. അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇതിലെല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ഇത് കൊള്ളാം ഇത് കൊള്ളില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഗ്രീറ്റ് ചെയ്തൊക്കെ ഒരു ലെറ്ററൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ഇങ്ങനത്തെ ബോർഡേഴ്സ് യൂസ് ചെയ്യാൻ കേട്ടോ. നല്ല ഭംഗിയായിരിക്കും നേരിട്ട് കാണാൻ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇതിൽ ഇഷ്ടപ്പെട്ടതെല്ലാം സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വയ്ക്കാൻ മറക്കണ്ട. ലാസ്റ്റ് വൺ ഞാൻ ഉദ്ദേശിച്ചത് ചെറിയാണ്, പക്ഷേ ചുമന്ന കുത്തിട്ട സമയത്ത് എപ്പോഴത്തെയും പോലെ ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതിന് പിന്നെ നമ്മൾ ഞെട്ടൊക്കെ വരച്ചു കൊടുത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.